വലിച്ചെറിയപ്പെടുന്ന വിത്തുകളിലൂടെയാണ് വനങ്ങൾ രൂപപ്പെടുന്നത്. ജീവിക്കുന്ന വിശുദ്ധനായിട്ടാണ് അയാൾ അറിയപ്പെട്ടിരുന്നത്. ഒരു ദിവസം മാലാഖ അയാൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിന്റെ വിശുദ്ധിയിൽ ദൈവം സംപ്രീതനായിരിക്കുന്നു. നീ എന്തു ചോദിച്ചാലും ദൈവം നൽകും. രോഗികളെ സുഖമാക്കണോ, ആളുകളെ മാനസാന്തരപ്പെടുത്തണോ, എന്തായാലും ദൈവം തരും. അയാൾ പറഞ്ഞു, എനിക്ക് ഈ പറഞ്ഞതൊന്നും വേണ്ട. മാലാഖ നിർബന്ധിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ അറിയാതെ എന്നിലൂടെ നന്മകൾ സംഭവിച്ചാൽ മതി. അന്നു മുതൽ അയാളുടെ നിഴൽ അത്ഭുത കാരണമായി. അയാളുടെ നിഴലേൽക്കുന്ന രോഗികൾ സൗഖ്യം പ്രാപിക്കും. മണ്ണ് ഫലപുഷ്ടിയുള്ളതാകും, പൂക്കൾ വിരിയും. സ്വയം ആകർഷണ കേന്ദ്രമാകാൻ ശ്രമിക്കുന്നവർക്കിടയിൽ ആരുമറിയാതെ ജീവിക്കുന്ന ചില വിശുദ്ധരുമുണ്ടാകും. സ്വന്തം മേന്മകൾ അവതരിപ്പിച്ച് സ്വയം ശ്രദ്ധാകേന്ദ്രങ്ങളായി സ്വന്തം വിപണി സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നവർക്കുള്ളതാണ് പ്രശസ്തിയും നേട്ടങ്ങളുമെല്ലാം. പക്ഷേ എന്നു ജനപ്രീതി ഇല്ലാതാകുന്നുവോ അന്ന് അവരുണ്ടാക്കിയ സാമ്രാജ്യവും തകരും. സ്വന്തം പ്രതിച്ഛായാ സൃഷ്ടിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കാമ്പുള്ള അകം ഉണ്ടാകണമെന്നില്ല. അവകാശവാദങ്ങളും ആലേഖനങ്ങളും ഇല്ലാതെ ചെയ്യപ്പെടുന്ന നന്മകൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. വലിച്ചെറിയപ്പെടുന്ന വിത്തുകളിലൂടെയാണ് വനങ്ങൾ രൂപപ്പെടുന്നത്. പേരെഴുതി വേലികെട്ടി സംരക്ഷിക്കപ്പെട്ടവയൊക്കെ ഒറ്റ മരങ്ങളായി അവശേഷിക്കുകയുള്ളൂ. എല്ലാ സത്കർമ്മങ്ങളിലും സ്വന്തം മുഖം പതിപ്പിക്കാനുള്ള ഉദ്യമങ്ങൾക്കു പകരം സമൂഹത്തിന് മുഖച്ഛായ മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമായിരുന്നു. സ്വാഭാവികമായും ഈ ലോകം കുറെ കൂടി വാസയോഗ്യമായി തീരുകയും ചെയ്യുമായിരുന്നു.